ഈ ലക്ഷ്മി വിഹാർ എന്ന് പറയുന്ന ഒരു കള്ളപ്പേരിൽ തീർച്ചയായിട്ടും സുഡാപ്പിയാണ്. ആ ഒരു സുഡു വന്നിട്ട് നിരന്തരമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു പ്രത്യേക തരത്തിലൊരു കുറിപ്പ് എഴുതി വയ്ക്കും. അതിൽ പറയുന്നത് ഞാൻ വിളക്കിത്തല നായരാണ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ തീർക്കാവുന്ന ഒരു കാര്യത്തെ എന്തുകൊണ്ട് ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതാണ് സുഡുക്കൾ കൃത്യമായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. വിളക്കിത്തല നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ക്ഷുരക സമുദായത്തിൽപ്പെട്ട ആളുകളെ ആയിരിക്കും അത് പറയുന്നത്. ഈ ലക്ഷ്മി വിഹാറും നിരന്തരം വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമുദായത്തിൽപ്പെട്ട ഒരാളല്ല എന്ന് പറഞ്ഞാൽ പോലും അത് അപകടം പിടിച്ചൊരു പറച്ചിലാണ്, നമ്മളെ പിടുത്തിക്കളയുന്നൊരു പറച്ചിലാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഇതെന്തോ ഒരു കുറഞ്ഞ കാര്യമാണ്, അതായത് വിളക്കിത്തല നായർ എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ കാര്യമാണെന്ന ഉത്തമ ബോധ്യം ആ സുഡാപ്പി മനസ്സിൽ വെക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അത് വന്ന് എനിക്കെതിരെ ആരോപിക്കല്ല, എന്നെ അങ്ങനെ പറഞ്ഞു പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാനിത് പറയുന്നത് ഈ ജാതീയത എന്ന് പറയുന്നത് അതിശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന പോങ്ങൻ്റെ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല, ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്, അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന ആളുകളെ ആ നിലയിൽ ഒന്ന് പ്രകോപിപ്പിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി വിഹാർ മനസ്സിലാക്കേണ്ടത്, ഞാൻ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ സ്വന്തമാക്കി എടുത്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല, നിങ്ങൾ കാണുന്നത് പോലെയോ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയോ ഉള്ള ആളുകൾ മാത്രമല്ല ഈ ലോകത്തുള്ളത്. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഹൈന്ദവ സമൂഹത്തോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വേടൻ എന്ന് പറയുന്ന പാട്ടുകാരനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് തൊട്ട് ഇവിടെ ഈ ജാതി പറഞ്ഞുകൊണ്ട് ഈഴവരെയും തീയരെയും നായരെയും നമ്പൂതിരിയെയും സവർണനെയും അവർണനെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരിത് ചെയ്യുന്നത് അതിക്രൂരമായിട്ടുള്ള, നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലുള്ള വെറുപ്പാണ് സമൂഹത്തിലേക്ക്, വിദ്വേഷം അങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായ നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ശക്തരായിട്ടുള്ള ആളുകൾ സംഘടിതമായ ബുദ്ധിയോടുകൂടി ശ്രമിക്കണം. ഒറ്റയ്ക്കോ പെട്ടയ്ക്കോ ഇത് പറ്റില്ല. പോങ്ങൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോങ്ങൻ കൃത്യമായിട്ട് ഇത് കുറേ നാളുകൾക്ക് മുന്നേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഈ കമ്മികളെ ചാരിക്കൊണ്ട് സുടുക്കളാണ് ഇത് ചെയ്യുന്നത്. അതിഭയങ്കരമായ അപകടം പിടിച്ചോട്ട് പോക്കാണ് പോകുന്നത്. കാരണം ഇത് വിളക്കിത്തല നായരായാലെന്ത്, വെളുത്തേടത്ത് നായരായാലെന്ത്, വെറും നായരായാലെന്ത്, ഏത് നായരായാലെന്ത്, നായന്മാർ തന്നെ എത്രയോ വിഭാഗമുണ്ട്. ഈ ജാതി എന്ന് പറയുന്നത് എല്ലാ മതത്തിലുമില്ലേ, എല്ലാ സമുദായത്തിലുമില്ലേ, ജാതിയിൽ തന്നെ ഉപജാതികളില്ലേ? ഇതൊക്കെ ഒരു കാലഘട്ടത്ത് സംഭവിച്ചിരുന്നതാണ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യം ഒരു കാലത്ത് അങ്ങനെയുള്ളതായിരുന്നു. അത് മാറി. നമ്മളിപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ എന്തിനാണ് കഴിഞ്ഞു പോയ കാലങ്ങളെ പൊക്കിക്കൊണ്ടുവരുന്നത്? നമ്മൾ ഇന്നത്തെ കാര്യം ഇന്ന് അനുഭവിക്കുന്നതല്ലേ പറയുന്നത്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഈ ലക്ഷ്മി വിഹാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഏത് തരം നായരോ ആയിക്കോട്ടെ, ഞാൻ എന്നെ നരനായിട്ടാണ്, നായരായിട്ടല്ല, ഞാൻ എന്നെ നരനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇവിടെ നായർ എന്ന് പറയുന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കൃത്യമായി ഈ നായർ 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 വെറുക്കപ്പെടേണ്ട ഒന്നാണെന്ന് വരുത്തി വെക്കുന്നത് സുഡുക്കളുടെ ബുദ്ധിയാണ്. കൃത്യമായും അത് തന്നെയാണ്. കാരണം ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ ശതമാനം നായന്മാരും ദരിദ്രവാസി നായന്മാരാണ്. അങ്ങേയറ്റം ഒരു കാലത്ത് സാമൂഹ്യ സാഹചര്യം മെച്ചപ്പെട്ടിരുന്ന ഒരു കാലത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെയും ഒരു വലിയ, അപ്പം ഇന്നുകൊണ്ട് മാടമ്പി നായന്മാർ, അന്നുകൊണ്ട് മാടമ്പി നായന്മാർ, അതൊരു മനോഭാവമാണ്. മാടമ്പി എന്ന് പറഞ്ഞൊരു മനോഭാവമാണ്. അത്തരം മാടമ്പി നായന്മാരിൽ നിന്ന് ഇതര ജാതിക്കാർ മാത്രമല്ല നായന്മാർ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അത്താഴ പഷ്ണിക്കാരായിട്ടുള്ള നായന്മാർ ഈ മാടമ്പി നായന്മാരിൽ നിന്ന് പരിഹാസവും പുച്ഛവും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, എല്ലാം സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ലക്ഷ്മി വിഹാർ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഞാൻ വെളുത്തേടത്ത് നായർന്ന് പറഞ്ഞാലോ വിളക്കിത്തല നായർന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏത് തരം നായർന്ന് നിങ്ങൾ പറഞ്ഞാലോ എനിക്ക് പ്രശ്നമില്ല. കാരണം ഒരു ജാതിയെയും ഞാൻ താഴ്ത്തി കാണുന്നില്ല, ഒരു ജാതിയെയും ഞാൻ മേളിലും വെച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽപ്പെട്ട ഒരാളല്ല പോമൻ. അത് ദയവായിട്ട് ലക്ഷ്മി വിഹാർ മനസ്സിലാക്കണം. നിങ്ങളുടെ സമയം ഇവിടെ വെറുതെ ചെലവഴിക്കരുത്. ഞാൻ അതിൽ വീഴില്ല, ഞാൻ അതിൽ കൊത്തില്ല. നിങ്ങൾ പറയുന്ന ആ ചൂണ്ടയിൽ ഞാൻ കൊത്തില്ല. പിന്നെ വേറൊരു കാര്യം, സമൂഹത്തോട്, പൊതുസമൂഹത്തോട് പൊതുസമൂഹം എന്ന് പറയുന്ന ഒന്ന് നമ്മളുടെ ഈ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും പോങ്ങൻ പൊതുസമൂഹത്തെയാണ് അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ പൊതുസമൂഹമില്ല.
ഇന്ന് ഒരുപക്ഷെ പല ജാതി സമൂഹങ്ങളുണ്ട്, പല മതസമൂഹങ്ങളുണ്ട്, പല രാഷ്ട്രീയ സമൂഹങ്ങളുണ്ട്, പല കക്ഷി സമൂഹങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പല പല സമൂഹങ്ങൾ ഉണ്ടായി മാറുന്നു എന്നുള്ളതല്ലാതെ പൊതുവായ ഒരു സമൂഹം കേരളത്തിൽ ഇന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പോകേണ്ട ഒരു വിചാരം. അതുകൊണ്ട് ഒരു പൊതുസമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു കുറച്ചുകൂടി വിശദമായിട്ട് പറയേണ്ടതാണ്. പക്ഷേ ഈ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ മനോഹരമായി അതിനുമേൽ സംസാരിക്കാനും ആലോചിക്കാനും അതിനൊരു വിശാല അർത്ഥം നൽകാനും കഴിയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ കൂടുതൽ അതിനൊരു വികാസം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ അതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത് അവർ ചെയ്തോട്ടെ. ഞാനിത് പറയുന്നത് കേരളത്തിൽ പൊതുസമൂഹമില്ല എന്ന് പറയുന്നതാണ് അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഓരോ കാലത്തും നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. ചിലപ്പോൾ ജാതിയുടെ പേരിൽ, ഇപ്പോൾ സമ്പത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്വാധീനശേഷിയുടെ പേരിൽ. എല്ലായ്പ്പോഴും മനുഷ്യർ എന്ന് പറയുന്നത് ഒരു വിഭാഗം എപ്പോഴും അത് ദുരിതം അനുഭവിക്കാനും മറ്റൊരു വിഭാഗം തീർച്ചയായിട്ടും അന്യായമായിട്ട് ആഡംബരങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കാനുമായിട്ട് ഒരു സമൂഹം ഉണ്ടാകും. അതൊരു ജാതിയെ കേന്ദ്രീകരിച്ചിട്ടല്ല നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ എത്രത്തോളം കബളിപ്പിക്കാൻ കഴിയുന്നോ അവരെ ജയിച്ചിട്ടുള്ളൂ എല്ലാ കാലത്തും. അവർക്കാണ് ആധിപത്യമുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ ഈ നായർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയായിട്ടല്ല. ഓരോ കാലത്തും ഓരോ തരം നായന്മാരാണ് ഉണ്ടാകുന്നത്, അല്ലാതെ സ്ഥിരമായ ഒരു നായർ എന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ നായർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തീയരെയോ അതല്ലെങ്കിൽ ഈഴവരെയോ ഒക്കെയാണ് കൂടുതലായിട്ട് ഇക്കാലത്തെ നായന്മാർ എന്ന് പറയാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ സുഡാപ്പികൾ തീർച്ചയായിട്ടും ഇക്കാലത്തെ നായന്മാരാണ്. കാരണം അധികാരവുമായി കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന ആളുകൾ. പണ്ട് രാജഭരണകാലത്ത് ഈ നായന്മാർക്ക് അന്നത്തെ കാലത്തെ നായന്മാർക്ക് സ്വാഭാവികമായിട്ടും വലിയ പ്രിയമുണ്ടായിരുന്നു. ആ നായന്മാരിൽ തന്നെ ധനം നോക്കിയും സാമൂഹ്യ മൂല്യം നോക്കിയാണല്ലോ ആളുകൾക്ക് പല പേരുകൾ കൊടുത്തത്. ഇപ്പോൾ കൈമൾ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മാനം വന്നു. നായന്മാർ എല്ലാം നായർ തന്നെയാണല്ലോ. കൈമൾ ഒരു നായർ, ഈ കുറുപ്പ്, ഉണ്ണിത്താന്, അതല്ലെങ്കിൽ തമ്പി, പണിക്കർ, ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള. ഇപ്പോൾ പണിക്കർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈഴവ ജാതിയിലും പണിക്കരുണ്ട്, നായർ സമുദായത്തിലും പണിക്കരുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം സാമൂഹ്യ സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എന്തിനധികം പറയുന്നു. നമുക്ക് ഇപ്പോൾ ഈ ലക്ഷ്മി വിഹാറിൻ്റെ തന്ത തലേ ദിവസം അത്താഴത്തിന് കഴിച്ച അതേ ആ സാധനം ലക്ഷ്മി വിഹാർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പിറ്റേ ദിവസം അപ്പിയിടാൻ പറ്റുമോ? തന്ത കഴിച്ചത് മക്കൾക്ക് അപ്പിയിടാൻ പറ്റുമോ? പറ്റില്ല. എൻ്റെ അറിവിൽ പറ്റില്ല. തന്തയോ തള്ളയോ കഴിച്ചത് അവർക്കേ വിസർജിക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കാരണവന്മാർ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതിൻ്റെ പേരിൽ ഇന്നത്തെ തലമുറയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അതായിരുന്നു അന്നത്തെ അവസ്ഥ. അതല്ലാതെ അതിൻ്റെ പേരിൽ ഇന്ന് ഇങ്ങനെ പക കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കാരണം അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അത്താഴം കഴിക്കുന്നത്, അച്ഛൻ കഴിക്കുന്ന അത്താഴത്തിൻ്റെ അംശം വിസർജിക്കാൻ മകന് സാധിക്കില്ല, അല്ലെങ്കിൽ മകൾക്ക് സാധിക്കില്ല. അത് അവരവർക്കേ പറ്റൂ. ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് വേറൊരാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ജാതി മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ കളി, ഇത് തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം മനസ്സിലാക്കിയെടുക്കുക. ഇത്തരം അപകടമുണ്ട്. ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ജാതീയമായിട്ടുള്ള അപകർഷത ഉണർത്തിവിടാൻ വേണ്ടി ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ആരോടും തന്നെ സ്നേഹമുണ്ടായിട്ടല്ല, നിങ്ങളുടെ സമൂഹത്തോട് സ്നേഹമുണ്ടായിട്ടുള്ള, സമുദായത്തോട് സ്നേഹമുണ്ടായിട്ടല്ല. ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ലക്ഷ്മി വിഹാർ എന്ന് പറയുന്ന ഈ സുഡു ഹൈന്ദവ നാമധാരിയായിട്ടുള്ള ഈ സുഡു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിളക്കിത്തല നായർ എന്ന് പറയുന്ന സമൂഹം എന്തോ കുറഞ്ഞ കൂട്ടരാണെന്ന് അയാൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് അത് എൻ്റെ നേരെ പറയാൻ പറ്റുന്നത്. അതായത് എന്നെ അധിക്ഷേപിക്കാൻ പറ്റുമെന്ന് പറയുന്ന വിചാരത്തോടു കൂടിയാണ് അയാൾ അത് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അയാളുടെ മനസ്സിലാണത് കുഴപ്പം. അത് സ്വീകരിക്കാൻ എനിക്ക് കുഴപ്പമില്ല. ഞാൻ വിളക്കിത്തലയായാലും വെളുത്തേടത്ത നായരായാലും വെറും നായരായാലും നിങ്ങൾ എന്നെ എന്ത് കണ്ടാലും ഞാൻ നരനാണ്. നല്ല ലക്ഷണമൊത്ത നരനാണ്. അത് ചിന്തയിലും അങ്ങനെയാണ്, പ്രവൃത്തിയിലും അങ്ങനെയാണ്, ജീവിതചര്യയിലും അങ്ങനെയാണ്. എല്ലാ രീതിയിലും ഞാൻ നരനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇത്തരം വിളച്ചിലുകൾ നടക്കില്ല. നിങ്ങൾക്ക് എന്നെ ആ നിലയിലേക്ക് തകർക്കാനോ പെടുത്താനോ കഴിയുകയുമില്ല. അതുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് ഞാൻ വിളക്കത്തിലായാലും വെളുത്തേടത്തായാലും ചുമ്മാ നായരായാലും സാധാ നായരായാലും സവർണ നായരായാലും അവർണ നായരായാലും ഏത് കോപ്പായാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക്
വില കൊടുക്കുന്ന ഒരാളല്ല. ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കാനുള്ള കഴിവ് വളരെ നേരത്തെ തന്നെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എൻ്റെ സംസാരത്തിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ല. സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടാണ്, കേൾക്കുന്നത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഞാൻ മോശപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മോശമായതുകൊണ്ടാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. തെളിഞ്ഞ ബുദ്ധിയുള്ളവർക്ക് പോങ്ങൻ പറയുന്ന കാര്യങ്ങൾ തെളിമയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ മാനവിക ബുദ്ധനാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളാണ്, പൗരബോധമുള്ള ഒരാളാണെന്നുള്ള കൃത്യമായ ബോധ്യം അത്തരം മനുഷ്യർക്ക്, തെളിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യർക്കുണ്ടാവും. മതസ്ഥർക്ക് എന്നെ പിടികിട്ടില്ല. അവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കും. ലക്ഷ്മി വിഹാറിനോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, എന്ത് കാര്യങ്ങൾ സംസാരിക്കാനും സ്വന്തം മുഖത്തോടുകൂടി, സ്വന്തം മേൽവിലാസത്തോടുകൂടി വരാനുള്ള ധൈര്യം കാണിക്കുക. ഇരുട്ടത്തിരുന്നു കൊണ്ട് കാട്ടുകല്ല് പെറുക്കി എറിയുന്നത് ധീരതയാണെന്ന് വിചാരിക്കാതിരിക്കുക. വളരെ സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ, അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ നായരായിട്ട് പെടുത്തണ്ട, നരനായിട്ട് പെടുത്തിയാൽ മതി. ഇനി നിങ്ങൾ അങ്ങനെ പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പെടൂ അല്ലെങ്കിൽ ഞാൻ എന്നെ അങ്ങനെ പെടുത്തു. ടാറ്റ.